നമ്മുടെ ഫൈറ്റേഴ്സിനുള്ള സൂപ്പർ ഫുഡ് എന്താണെന്നാണ് പറഞ്ഞു തരാൻ പോണത്. ശരിക്കും പറഞ്ഞാൽ ഫൈറ്റർ മെയിൽസും ഫീമെയിൽസും ഒക്കെ ഭയങ്കര ആക്റ്റീവായി നല്ല ഒരു അടുത്ത ബ്രീഡിംഗ് ഒക്കെ കഴിഞ്ഞ് പെട്ടെന്ന് നല്ല ഹെൽത്തി ആയി വരണം എന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലഡ് വേംസ് ആണ്. അത് മിനിമം 2 പ്രാവശ്യമെങ്കിലും കൊടുക്കണം. ഏറ്റവും ആപ്റ്റ് എന്ന് പറയുന്നത് 3 പ്രാവശ്യം കൊടുക്കുക എന്നുള്ളതാണ്. ഫ്രോസൺ ആർട്ടീമിയേക്കാളും ഏറ്റവും എഫക്റ്റീവ് ഇതാണ് ബ്ലഡ് വേംസ് ഇവന്മാരുടെ ഫേവറേറ്റും ആണ്. ഇവന്മാർ പെട്ടെന്ന് വന്ന് എടുത്തോളും. ബ്ലഡ് വേംസ് എപ്പോഴും ഫ്രോസൺ ആയിട്ടാണ് കിട്ടുക. ഫ്രോസൺ ആയിട്ടുള്ള ഒരു സ്ട്രിപ്പ് ബ്ലഡ് വേംസ് നമ്മൾ അക്വേറിയത്തിൽ നിന്നൊക്കെ വാങ്ങുവാണെങ്കിൽ 200 രൂപ അടുപ്പിച്ച് വരും. എനിക്കിവിടെ കുറേ അധികം ഫൈറ്റേഴ്സ് ഉള്ളത് കൊണ്ട് ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 4 ക്യൂബ് എടുക്കും. ഒരു ക്യൂബ് എടുത്തിട്ട് നമ്മൾ ഇങ്ങനെ ഇരിക്കും. ഒരു ക്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ നമ്മളിപ്പം ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ കലക്കുമ്പം തന്നെ ഇതങ്ങ് ഇളകി പൊക്കോണ്ടും. അത് നമ്മുടെ വെള്ളത്തിന്റെ ടെമ്പറേച്ചർ എന്ന് വെച്ചാൽ നോർമൽ ടെമ്പറേച്ചർ ഇരിക്കുന്ന വെള്ളമാണല്ലോ, അപ്പം തന്നെ അത് കൂടുതൽ പൊക്കോളും. ഇത് ഇവിടെ എല്ലാം ഇവന്മാരിപ്പുണ്ട് കണ്ടോ. ഇവന്മാർക്ക് ഇങ്ങനെ കൊടുക്കുമ്പോഴേക്കും അവന്മാർ ചാടിത്തുള്ളി വന്ന് അതിനെ പിടിച്ച് കഴിക്കാനുള്ള ലൈഫ് ഫുഡ് പോലെ തന്നെ ഇവന്മാർക്ക് ഇഷ്ടമാണ്. ഇവന്മാരുടെ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാനും 2 നേരം മിനിമം കൊടുക്കുക. രാവിലെയും വൈകിട്ടുമെങ്കിലും കൊടുക്കാൻ ശ്രമിക്കുക. 3 നേരം കൊടുത്ത ആപ്റ്റ്. ഇത് ഫീമെയിൽസ് ആണ്. ഫീമെയിൽസിനെ എല്ലാവരെയും കൂടെ ഒരു ടാങ്കിലാണ് ഇട്ടേക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് കുറച്ച് കൂടുതൽ കൊടുക്കേണ്ടി വരും. അപ്പോൾ അവന്മാർക്ക് ഇത് ഫീമെയിൽസിൽ തന്നെ നമ്മൾ ബ്രീഡിങ് കഴിഞ്ഞിട്ട് മാറ്റി ഹെൽത്തി ആക്കാനായിട്ട് ഇട്ടേക്കുന്നവരാണ്. ഇവർക്ക് നമ്മൾ മിനിമം 3 നേരമെങ്കിലും ഫീഡ് ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ ഇവന്മാരുടെ കുഞ്ഞുങ്ങൾ അത്യാവശ്യം സൈസ് വെച്ച് വരുന്നേ ഉള്ളൂ. അപ്പം കുറച്ച് കൂടുതൽ വേണം ഇവർക്ക്. പിന്നെ എപ്പോഴും നമ്മൾ ഫീഡ് ചെയ്യുമ്പോൾ അത് കഴിച്ച് തീർന്നോന്ന് നോക്കിയിട്ട് മാത്രമേ അടുത്ത സ്റ്റെപ്പ് ഇടാവൂ. ഇതിപ്പോൾ ഞാൻ ഒരു സ്റ്റെപ്പ് ഇട്ടു. ഇതിങ്ങി കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇട്ടത് മുഴുവൻ തിന്ന് തീർത്തോന്ന് ഉറപ്പ് വരുത്തിയിട്ട് അടുത്ത സ്റ്റെപ്പ് ഇടുള്ളൂ. ഇനി നമ്മൾ ഫൈറ്റർ കുഞ്ഞുങ്ങളുടെ ഒരു സ്റ്റേജാണ് കാണിച്ചു തരാൻ പോകുന്നത്. ഇതാണ് ഫൈറ്റർ കുഞ്ഞുങ്ങളുടെ ഒരു സ്റ്റേജ്. ഇവർക്ക് ഞാൻ ഫ്രോസൺ ആർട്ടീമിയാണ് ഈ കലക്കുന്നത്. ഫ്രോസൺ ആർട്ടീമിയ നമ്മൾ കഴുകി വെച്ചതുണ്ടായിരുന്നു. അതാണ് ഇവന്മാർ കഴിച്ചു കഴിഞ്ഞിട്ട് ഇവന്മാരുടെ വയറ് കാണിച്ചു തരാം. എല്ലാണോ ഇങ്ങനെ ആർത്തി പിടിച്ചിപ്പോൾ വന്ന് കഴിച്ചു തുടങ്ങും. എന്നിട്ട് തീരെ ചെറുതിൻ്റെ വരെ വയറ് ഇങ്ങനെ തൂങ്ങി നിൽക്കും. ശരിക്കും പറഞ്ഞാൽ ഫ്രോസൺ ആർട്ടീമിയ പോലെ ഇവന്മാർക്ക് എഫക്റ്റീവായിട്ടുള്ള ഒരു ഫുഡില്ല. ഞങ്ങളിവിടെ ഗപ്പികൾക്കും ഹെൽത്തി ആവാനായിട്ട് ഫ്രോസൺ ആർട്ടീമിയ തന്നെ മിനിമം 1 നേരമെങ്കിലും കൊടുക്കാൻ ശ്രമിക്കും. അപ്പം എന്ത് പറ്റുമെന്ന് വെച്ചാൽ അവന്മാർക്കും ഇതിഷ്ടമാണ്. ഇച്ചിരി കൂടുതലായിട്ട് കിടക്കുന്നവർക്ക് കുറച്ച് കൂടുതലിട്ട് കലക്കിയാലും കുഴപ്പമില്ല. കുറച്ച് ഇത് വാഷ് ചെയ്ത് ഞാൻ ഫ്രീസ് ചെയ്ത് വെച്ചതാണ്. അതുകൊണ്ട് ജസ്റ്റ് ഡയറക്റ്റ് ആയിട്ട് ഇട്ട് കൊടുക്കാം. ഇവര് കണ്ടോ പക്ഷെ കഴിച്ചു തീർത്തു എന്ന് ഉറപ്പ് വരുത്തണേ. നമ്മൾ അടുത്ത സ്റ്റെപ്പ് ഇടുന്നതിന് മുന്നേ കഴിച്ചു തീർത്തു എന്ന് ഉറപ്പ് വരുത്തണം. അപ്പോൾ കുറച്ച് കൂടുതലുള്ളവർക്ക് കുറച്ച് നേരം കലക്കിയാലും കുഴപ്പമില്ല. പക്ഷെ കഴിച്ചു തീർത്തു എന്ന് ഉറപ്പ് വരുത്തണം. ഇത് വൈൽഡ് റെഡ് ആണ്. വൈൽഡ് റെഡ് കുഞ്ഞുങ്ങൾ ഹെൽത്തി ആവാനായിട്ട് ഇട്ടേക്കുന്നതാണ്. ഗ്രോ ചെയ്യാനായിട്ട് ഇട്ടേക്കുന്നതാണ്. കൂട്ടത്തിൽ നമ്മുടെ പാരന്റ് ബ്രൂഡിന്റെ മെയിലും ഉണ്ട്. ഇത് സീബ്രയാണ്. സീബ്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീബ്രയും ഉണ്ട്, അതിൻ്റെ കൂട്ടത്തിൽ ഹാഫ് ബ്ലാക്കിൻ്റെ കുഞ്ഞുങ്ങളും ഉണ്ട്. കുഞ്ഞുങ്ങളല്ല, ഫുൾ ഫീമെയിൽ തന്നെ ഉണ്ട്. ഇത് ഫീമെയിൽസിനെ ഒരുമിച്ചിട്ടേക്കുന്നതാണ് സീബ്രകളും. കാരണം നമ്മളപ്പോൾ അങ്ങനെയാകുമ്പോൾ നമുക്ക് ടാങ്ക് സേവ് ചെയ്യാമേ, ഒരുപാട് സ്റ്റോറേജ് സ്പേസ് ആവില്ല. ഇവിടെ കൊടുത്തതൊക്കെ ഏകദേശം തീർന്നു. അപ്പം നമുക്ക് വീണ്ടും കൊടുക്കാം. ഇങ്ങനെ ഇത് നോക്കി കൊടുത്തോണ്ടിരുന്നാൽ മാത്രമേ ഇവന്മാർ ഹെൽത്തി ആയിട്ട് വരുള്ളൂ. കാരണം ഇവന്മാർക്ക് ഒരുപാട് വേണ്ടി വരും. തീരുന്ന മുറയ്ക്ക് നമ്മൾ കൊടുത്തോണ്ടിരിക്കുകയും വേണം. അടുത്തത് ബാക്കിയുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അതിൻ്റെ സെക്കൻഡ് പാർട്ടിൽ പറയാം. ഇത് ഫീഡിങ്ങിൻ്റെ ഒരു ഫസ്റ്റ് പാർട്ട് വീഡിയോ ആണ്. അടുത്തത് സെക്കൻഡ് പാർട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് ഫീഡ് ചെയ്തിട്ടുള്ള അവരുടെ ഫീഡ് ചെയ്ത കുഞ്ഞുങ്ങളെയൊക്കെ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സെക്കൻഡ് പാർട്ടും കൂടെ കാണുക. താങ്ക്സ്.